ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം നമ്മൾ പതപ്പ ഫ്രൈ ചെയ്തതെല്ലാവരും കണ്ടില്ലായിരുന്നോ? അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ബീഫിൻ്റെ നാക്കുണ്ടായിരുന്നല്ലോ, ഈ കരിനാക്ക് എന്നൊക്കെ പറയും. അപ്പോൾ നമുക്കതൊന്ന് ഫ്രൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു അര കിലോയിൽ താഴെയുള്ള അളവേ ഉള്ളൂ. അത് കഴുകി വൃത്തിയാക്കിയെടുത്ത് കുക്കറിലേക്ക് ഇടുക. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ക്രഷ് ചെയ്തതിനകത്ത് 2 ടീസ്പൂൺ, ആവശ്യത്തിന് ഉപ്പും, കുറച്ചിങ്ങനെ 2-3 ഇതള കറിവേപ്പില ഇങ്ങനെ കീറിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാൻ ഇതിൽ വെള്ളം ഒഴിക്കുന്നില്ല. നമ്മൾ നേരത്തെ പതപ്പയിൽ വെള്ളം ഒഴിച്ചപ്പം ലാസ്റ്റ് കുറച്ച് വെള്ളം ബാക്കിയുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതിലൊട്ട് ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല. നമുക്കൊരു 3 വിസിലടിച്ച് എടുക്കാം കേട്ടോ. വെള്ളം ഒഴിക്കാതിരുന്നിട്ടും കൂടി ഇത്രയും വെള്ളം ബാക്കിയുണ്ട്. അപ്പം നമുക്കത് തുറന്ന് വെച്ച് വെള്ളം വറ്റിച്ചെടുക്കാം. അതേസമയം നമുക്ക് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടാവുമ്പോൾ ഒരു 5-6 ചെറിയുള്ളി അരിഞ്ഞതും 2 കതിര് കറിവേപ്പിലയും കൂടിയിട്ട് ഒന്ന് പച്ചമണം മാറുന്നത് വരെ വഴറ്റുക. അതിലേക്ക് ഈ ക്രഷ് ചെയ്ത് വെച്ച നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് കൂട്ടിൻ്റെ ഒരു 2 ടീസ്പൂൺ കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ ചതച്ച മുളകും കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ആ പൊടികളുടെയൊക്കെ ഒരു പച്ചക്കുത്ത് മാറി കഴിയുമ്പോഴത്തേക്കും ഈ വെള്ളം വറ്റി വെന്തിരിക്കുന്ന ഈ നാക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ശരിക്കും എന്താ പറയുക, ഈ വായിലുള്ള നാക്കല്ല കേട്ടോ, ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ഒരു പാർട്ടാണ്. അതിങ്ങനെ ഫ്രൈ ആയിട്ട് എടുക്കുമ്പോഴത്തേക്കും ഇതെങ്ങനെ ഉണ്ടാവും ലാസ്റ്റ് ലുക്ക്. നല്ല ടേസ്റ്റാണ്. കിട്ടുമ്പോൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ചൂട് കട്ടൻ കാപ്പിയോടൊപ്പം ഈ കരിനാക്ക് ഫ്രൈ ചെയ്തത് അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.